കൊച്ചിയിൽ മഴക്കാല പൂർവ്വ ശുചീകരണം പാളിയെന്നാരോപിച്ച് കോൺഗ്രസ് കൗൺസിലർമാരുടെ പ്രതിഷേധം. ശുചീകരണം നടത്താത്ത തോട്ടിലെ പായൽ വാരിയാണ് പ്രതിഷേധം. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് എസ് ശ്യാംകുമാർ ചേരുകയാണ്. ശ്യാം, മഴക്കാലം എത്തുന്നു എന്നുള്ളതൊന്നും നമ്മളോട് ആരും പറഞ്ഞു തരേണ്ട കാര്യമല്ല. മഴക്കാലം എത്തുന്നതിന് മുമ്പ് തന്നെ അതിന് വേണ്ട ആസൂത്രണം നടത്തണം, വേണ്ട പദ്ധതികൾ ചെയ്യണം. പക്ഷേ ഇപ്പോൾ അതൊക്കെ പാളി എന്നാണല്ലോ മനസ്സിലാക്കുന്നത് ഈ പ്രതിഷേധത്തിൽ നിന്ന്. തീർച്ചയായും ഇന്നലെ പെയ്ത ഒരു മഴയിൽ തന്നെ കൊച്ചിയിലെ റോഡുകളിലൊക്കെ വെള്ളം കയറിയിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു പ്രതിഷേധം ഉണ്ടായ സ്ഥലത്താണ്. അവിടെ പ്രതിപക്ഷ കൗൺസിലർമാരാണ് പ്രതിഷേധിക്കുന്നത്. കത്രിക്കടവ് റോഡിലെ കാരണംകോട് തോട്, ഇത് കൊച്ചി നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ, തമ്മനം, പാലാരിവട്ടം ഉൾപ്പെടെ സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ വെള്ളക്കെട്ടിന് ഇടയാക്കുന്ന ഒരു തോടാണ്. അവിടെ മഴക്കാലപൂർവ്വ ശുചീകരണം നടന്നില്ല. ഈ പോളകൾ വാരി മാറ്റിയില്ല, തോടിന്റെ ആഴം കൂട്ടിയില്ല, അങ്ങനെ നടത്തേണ്ടിയിരുന്ന ജോലികളൊന്നും നടന്നില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധവുമായി കോൺഗ്രസിന്റെ കൗൺസിലർമാർ എത്തിയത്. ദീപ്തി മേരി വർഗീസ് അടക്കമുള്ളവരുണ്ട്. അവരാണ് ഇപ്പോൾ ഈ തോട്ടിൽ നിന്ന് ഈ പോളവാരി കരയിലേക്ക് ഇട്ടുകൊണ്ട് പ്രതിഷേധിക്കുന്നത്. ഏതായാലും മഴ ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ ഈ പ്രദേശത്തൊക്കെ ഇത്തവണ വെള്ളം കയറാനായിട്ട് ഈ ഒരു തോട് ഇടയാക്കുമെന്ന് ഉറപ്പാണ്. എന്താണ് ഈ പ്രതിഷേധത്തിന്റെ പെട്ടെന്നുള്ള കാരണം? ഇത് കണ്ടില്ലേ, ഇതൊക്കെ വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്ന പോളയാണ്. ഇതുപോലും കോരിക്കളയാൻ കൊച്ചി നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഒരു മെഷീൻ വാങ്ങിച്ചിട്ടുണ്ട് 6.5 കോടി രൂപയ്ക്ക്. അത് എവിടെ പോയെന്നറിയില്ല. നഗരസഭയിലെ ഉദ്യോഗസ്ഥർക്ക് ആർക്കും അറിയില്ല. ഏറ്റവും മുകൾ തട്ടിൽ നിന്ന് കോരേണ്ട ഈ പോള പോലും കോരാതെ നഗരം മുഴുവൻ വെള്ളത്തിലാണ്. നഗരത്തിലെ വീടുകൾ മുഴുവൻ വെള്ളത്തിലാണ്. ഇവിടെ കുട്ടികളടക്കം ഇപ്പോൾ സ്കൂൾ തുറക്കാൻ പോകുന്നു, സ്കൂളിൽ പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. മിക്ക വീടുകളിലും അവരുടെ വീട്ടു സാധനങ്ങൾ ഉൾപ്പെടെ ഒലിച്ചു പോയിരിക്കുന്നു ഇന്നലത്തെ ഒറ്റ മഴയിൽ. അപ്പോൾ നഗരസഭയ്ക്ക് എന്ത് ഉത്തരവാദിത്തമാണ് ഇതിൻ്റെ അകത്തുള്ളത്? നഗരസഭ എന്താണ് കഴിഞ്ഞ 2 മാസം ചെയ്തുകൊണ്ടിരുന്നത്? ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ചെയ്യേണ്ട മഴക്കാല പൂർവ്വ ശുചീകരണം ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ ഇവിടെയും തൊട്ട് ചെറിയ ചില ജോലികൾ മാത്രമാണ് പേരിന് ഇപ്പോൾ ഈ നഗരസഭ ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ഈ രീതിയിൽ തന്നെയാണ് പ്രതിഷേധം. കൊച്ചിയുടെ പല ഭാഗങ്ങളിലും ജോലികളൊക്കെ പേരിന് വേണ്ടി മാത്രം നടന്നു. അതിൻ്റെ ദോഷഫലം ഈ മഴക്കാലത്ത് നാട്ടുകാർ അനുഭവിക്കുമെന്നുള്ളതാണ് കൗൺസിലർമാർ പറയുന്നത്. പക്ഷേ നഗരസഭ ഇതിൽ അവകാശപ്പെടുന്നത് പല ഭാഗത്തും ജോലികൾ കൃത്യമായി നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഈ പ്രതിഷേധം കൊച്ചിയിൽ നടക്കുകയാണ്. വരും ദിവസങ്ങളിലും ഇതേ രീതിയിൽ മഴ തുടർന്നാൽ കൊച്ചിയുടെ പല ഭാഗങ്ങളിലും വെള്ളത്തിലാകുമെന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ കാരണംകോട് തോടിൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥ. ശരി, കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എസ് ശ്യാംകുമാർ.